അയോധ്യ പ്രാണപ്രതിഷ്ഠ NSS നിലപാട് കൈക്കൊള്ളാൻ മന്ത്രി ഗണേഷ് കുമാർ തയ്യാറാകുമോ? നോക്കാം വിശദമായി. അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠ വിഷയം ചർച്ചയാകുമ്പോൾ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും. രാഷ്ട്രീയ വൈര്യവും മതവൈര്യവും കൂട്ടിക്കലർത്തി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇരു പാർട്ടികളുടെയും ശ്രമം. CPM-ഉം കോൺഗ്രസും പങ്കെടുക്കുന്നില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ കേരളത്തിലെ സാമുദായിക സംഘടനകളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. വിശ്വാസത്തെ ഒരിക്കലും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുത് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാടിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു സുകുമാരൻ നായർ തന്റെ നിലപാടുമായി മുമ്പോട്ട് വന്നത്. അയോധ്യയിൽ നടക്കുന്നത് ഒരു ഈശ്വര കാര്യമാണ്. ആ കാര്യത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല. ഇഷ്ടമുള്ളവർക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ്. അതേസമയം ഗണേഷ് കുമാർ ഈ ചടങ്ങിനെ എങ്ങനെ കാണുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ഈ ചടങ്ങിനെ ബഹിഷ്കരിക്കുക എന്നതാണ് CPM എടുത്ത നിലപാട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായ വിഷയമായതുകൊണ്ട് തന്നെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു യെച്ചൂരിയുടെ നിലപാട്. അതിനു പിന്നാലെ കേരളത്തിലെ CPM-ഉം ഈ നിലപാട് ആവർത്തിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രി KB ഗണേഷ് കുമാർ എന്ത് നിലപാട് സ്വീകരിക്കും? സർക്കാരിന്റെ നിലപാടാകുമോ ഗണേഷ് കുമാർ സ്വീകരിക്കുക? അതോ താൻ കൂടി അംഗമായ NSSന്റെ നിലപാട് ആയിരിക്കുമോ? NSS ഡയറക്ടർ ബോർഡ് അംഗമാണ് നിലവിൽ ഗണേഷ് കുമാർ. NSSന്റെ നിലപാട് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ്. ഓരോ വിശ്വാസിയുടെയും കടമ എന്ന നിലയിൽ NSS ചടങ്ങിനെ കാണുമ്പോൾ സുകുമാരൻ നായരുടെ വാക്കുകളെ മറികടക്കാൻ NSS ഡയറക്ടർ ബോർഡിൽ അംഗമായ ഗണേഷ് കുമാർ ശ്രമിക്കുമോ? അതോ CPM-നൊപ്പം ചേരുമോ? ഇതിനെയാണ് രാഷ്ട്രീയ കേരളം ചെവി കൂർപ്പിക്കുന്നത്.